സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് മേഖലകളിൽ ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് സ്റ്റാഫിനെ കിട്ടാത്തത്. ഇപ്പം ഏത് ഷോപ്പിൽ ചെന്നാലും നമ്മളോട് പറയുന്നൊരു കാര്യമാണ്, സ്റ്റാഫില്ല, നല്ല സ്റ്റാഫിനെ കിട്ടിയേല, സ്റ്റാഫിനെ കിട്ടാനില്ല, കിട്ടിയാൽ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യേല. നല്ലൊരു അഭിപ്രായം ആർക്കും അതിനെപ്പറ്റി പറയാനില്ല. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത്, ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് മനസ്സിലാകുന്ന ഒരു പ്രശ്നം, സൂപ്പർ മാർക്കറ്റിലെ സ്റ്റാഫ് അല്ല അവിടുത്തെ പ്രശ്നം. ഈ സ്റ്റാഫിനെ കിട്ടാനില്ലെന്നും നല്ല സ്റ്റാഫ് ഇല്ലെന്നും പറയുന്നത് തന്നെ തെറ്റാണ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് എൻ്റെത്. അതിനകത്തൊരു കാര്യം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒരു പുതിയ സൂപ്പർ മാർക്കറ്റ് അല്ലെ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പം അതിൻ്റെ ടോപ്പ് ലെവൽ ഒരു മാനേജറെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യും. അത് GM ആയിരിക്കാം, ഓപ്പറേഷണൽ ഹെഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മാനേജർ ആയിരിക്കാം, ആരും ആയിക്കോട്ടെ. ഇദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി, ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, ഇതെല്ലാം ബേസ് ചെയ്താണ് നമ്മളൊരു ടീം വർക്കിലേക്ക് തുടങ്ങി വരുന്നത്. ഈ ടീം വർക്കിൽ ഇദ്ദേഹത്തിൻ്റെ എന്താണോ മൈൻഡ് സെറ്റ്, ആ രീതിയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. അപ്പം ആ രീതിയിൽ കിട്ടുന്ന സ്റ്റാഫിനെ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇദ്ദേഹം കൊടുക്കുന്ന റിപ്പോർട്ടുകളാണ് മാനേജ്മെൻറ്റിന് കിട്ടുന്നത്. സ്റ്റാഫില്ല, സ്റ്റാഫിനെ കിട്ടാനില്ല, നമ്മൾ 10-20 പേരെ എടുത്തു, പക്ഷേ അതിൽ അത്ര മെച്ചമല്ല, അതുകൊണ്ട് ഗുണമില്ല, ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഇതാണ്, സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ്, അതിൻ്റെ മാനേജ്മെൻറ്റ് അല്ലെ അതിൻ്റെ ഓണർ, അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ടോപ്പ് ലെവൽ മാനേജർ അല്ലെ GM, ഈ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളെ അല്ലെങ്കിൽ അതിനൊത്ത് നിൽക്കാൻ പറ്റുന്നവരെ കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ എടുക്കുന്ന സ്റ്റാഫിനെ നമ്മുടെ രീതിയിലേക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം. അവരുടെ മൈൻഡ് സെറ്റ് മാറ്റി ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു ഫ്ലോറിൽ എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളത് നല്ല ക്ലാസ്സുകൾ കൊടുത്ത്, നല്ല ട്രെയിനിങ് കൊടുത്ത് അവരെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അങ്ങനെ വരുമ്പം നമുക്ക് ടീം സെറ്റ് ആവും, ഇല്ലെങ്കിൽ നമുക്ക് ടീം സെറ്റ് ആകില്ല. അപ്പം ഇനി ഒരു കാരണവശാലും സ്റ്റാഫില്ല, സ്റ്റാഫ് കൊള്ളില്ല എന്നൊരു വാക്ക് യൂസ് ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, നിങ്ങൾ അപ്പോയിന്റ് ചെയ്യുന്ന ടോപ്പ് ലെവൽ ടീം, ആ ടീമിനെ പഠിക്കുക. അവർ ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ താഴോട്ടുള്ള മുഴുവൻ സ്റ്റാഫും ഓക്കെ ആയിരിക്കും. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്, ചെറിയ കാര്യമല്ല. പല സ്ഥലത്തും സ്റ്റാഫുകൾ നിൽക്കാത്തത് അവിടുത്തെ മാനേജറോ അല്ലെങ്കിൽ അവിടുത്തെ HR മാനേജറുടെയോ ഒക്കെ കംപ്ലൈൻറ്റ് കൊണ്ടാവാം. അതുകൊണ്ടാണ് സ്റ്റാഫ് അവിടെ നിൽക്കാത്തത്. പല അനുഭവങ്ങളും ഉണ്ട് നമുക്ക്. അപ്പം ഈ രീതിയിൽ നിങ്ങൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെ വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അവരുടെ രീതിക്കനുസരിച്ച് ബാക്കിയുള്ളവരെ രൂപപ്പെടുത്താതെ അങ്ങനെ ചെയ്യരുത്. നമ്മൾ വരുന്ന സ്റ്റാഫിനെ നമ്മുടെ എവിടെയൊക്കെയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ വർക്കിന് ആപ്റ്റാക്കി എടുക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അതിലേക്ക് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെ ചേഞ്ച് ചെയ്യണം. അല്ലാതെ ഈ ജൂനിയർ ഏറ്റവും താഴെക്കിടയിൽ കിടക്കുന്ന ജോലിക്കാരല്ല, സെയിൽസ് സ്റ്റാഫ്, ക്യാഷേഴ്സ്, ലോഡിങ് അൺലോഡിങ്, ഡേറ്റ എൻട്രി, സ്റ്റോർ കീപ്പർ, റിസീവർ, അക്കൗണ്ടന്റ്, അവരെ നന്നാക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് പകരം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെ നന്നാക്കുക. അന്നേരം തീർച്ചയായിട്ടും താഴെക്കിടയിലുള്ള സ്റ്റാഫ് നന്നായി വരും. ഒന്ന് ശ്രമിച്ചു നോക്കുക. താങ്ക് യു വെരി മച്ച്.